ഹലോ ഗൈസ്, ഞാൻ ഇന്നലെ അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു എഗ് പോച്ചർ ആൻഡ് ബോയിലർ. അപ്പം ഞാൻ ആ ബോക്സ് അങ്ങനെ തന്നെ എടുത്ത് വെച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നു. അത് ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ ഡെമോ കാണാം എന്തായാലും എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യാന്നുള്ളത്. അപ്പോൾ നമുക്ക് വീണ്ടും ഇത് എടുത്ത് സെറ്റ് ചെയ്യാം. നമുക്ക് ഈ ബോക്സിൽ നിന്ന് 1 by 1 ഓരോ ഐറ്റമും എടുത്ത് വർക്കിംഗ് കണ്ടീഷനിലാക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് കിട്ടുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു. നമ്മുടെ ആ മുട്ട വെക്കുന്ന ട്രേ ആണ്. ഇതാണ് ആ ട്രേ, കണ്ടില്ലേ? അപ്പോൾ ഇതിൽ നമുക്ക് 8 മുട്ടകൾ വരെ വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇൻസ്ട്രക്ഷൻ മാനുവലും വാറണ്ടിയും ഒക്കെയാണ് ഇത് വരുന്നത്. ഇനി ഇതിൽ രണ്ടാമത് വരുന്നത് അതിൻ്റെ ലിഡും പിന്നെ മെഷറിംഗ് സിലിണ്ടറും പിന്നെ ഈ പറയുന്ന പോച്ചിങ് ട്രേയും ആണ്. ഈ മെഷറിംഗ് സിലിണ്ടർ എന്തിനാണെന്ന് വെച്ചാൽ വെള്ളം മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. സോഫ്റ്റ്, മീഡിയം, ഹാർഡ്, സ്റ്റീംഡ് എന്നുള്ള രീതിയിൽ അതിനനുസരിച്ച് വെള്ളം നമുക്ക് ആ ഡിവൈസിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി വരുന്നത് നമ്മുടെ മെയിൻ ഡിവൈസ് തന്നെയാണ്. അപ്പം നമ്മൾ ഇത് ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. മുട്ട ഒരുവിധം എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സംഭവമാണ്. പ്രത്യേകിച്ച് നല്ലൊരു പ്രോട്ടീൻ സപ്ലിമെൻ്റാണ് മുട്ട. നാച്ചുറലായിട്ടുള്ള പ്രോട്ടീൻ സപ്ലിമെൻ്റാണ്. ബയോട്ടിൻ നാച്ചുറലായിട്ട് യോക്കിലുണ്ട്. അപ്പം വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ് മുട്ട. അപ്പം അത് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൽ കഴിവതും ഉൾപ്പെടുത്താൻ നോക്കാറുണ്ട്. പിന്നെ അത് ബോയിൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് അത് ഒഴിവാക്കാറുള്ളത്. അപ്പോൾ ഇതെന്തായാലും ആ ഒരു കുറവ് പരിഹരിച്ചിരിക്കുകയാണ്. നമുക്കിത് പരീക്ഷിച്ച് നോക്കാം. ഇത് സക്സസ് ആണോ എന്ന് അറിയണമല്ലോ. അങ്ങനെ ഗൈസ്, ഞാൻ ഈ ഡിവൈസ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൽ ഞാനിപ്പോൾ വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് അളവ് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഹാർഡ് ബോയിലിങ്ങിന് 85 ml എന്നും മീഡിയം ബോയിൽ 55 ml, സോഫ്റ്റ് ബോയിൽ 35 ml. ഞാനിപ്പോൾ ഹാർഡ് ബോയിൽ തന്നെ എടുക്കുകയാണ്. ഒരു 85 ml വെള്ളം ഞാനിതിൽ മെഷർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഈ മെഷീനിലേക്ക് ഒഴിക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു ട്രേ ഇതിൻ്റെ മുകളിൽ വെക്കാം. അതിൻ്റെ മുകളിൽ വേണം നമുക്ക് എഗ്ഗ് വെക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കാം. ഈ മെഷറിംഗ് ഗ്ലാസിൻ്റെ താഴെ ഇങ്ങനൊരു അടപ്പ് വെച്ചിട്ട് ഇതേ കണ്ടോ, നീഡിൽ കണ്ടോ? ഈ നീഡിൽ എന്തിനാണെന്ന് വെച്ചാൽ മുട്ടയുടെ വൈഡർ ആയിട്ടുള്ള എൻഡിൽ, അതായത് ഇപ്പോൾ ഈ മുട്ടയുടെ വൈഡർ ആയിട്ടുള്ള എൻഡ് കണ്ടോ, ഈ ഭാഗത്ത് ഇതതിൻ്റെ ടാപ്പറിങ് എൻഡാണ്. ഇതതിൻ്റെ വൈഡർ എൻഡ്. ഇവിടെ ഒരു ഹോൾ ഉണ്ടാക്കണം. പൊട്ടിപ്പോകുന്നില്ല എന്നാണ് അവർ പറയണത്, അറിയില്ല, നമുക്ക് നോക്കാം. ഓക്കെ, ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. എന്നിട്ട് ഞാനത് പ്ലേസ് ചെയ്യുകയാണ്. ആക്ച്വലി ഇന്നിപ്പോൾ എന്തായാലും ഞാനൊരു 4 മുട്ട എടുക്കാമെന്നാണ് വിചാരിക്കണത്. ആദ്യത്തെ ഉദ്ഘാടന ദിവസം ആയതുകൊണ്ട്. അപ്പം ഇതുപോലെ ഇതിൻ്റെ വൈഡർ എൻഡിലും ഞാനൊരു ഹോൾ ഉണ്ടാക്കുകയാണ്. ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, ഹോളാവും. ഇനി അതും ഞാനിവിടെ പ്ലേസ് ചെയ്യാണ്. ഇനി അടുത്തത് ഒരു സൗണ്ട് കേൾക്കും, ഒരു ക്ലിക്ക് സൗണ്ട് കേൾക്കും. അപ്പം ഓക്കെ, അങ്ങനെ അപ്പം എന്തായാലും ഉദ്ഘാടനത്തിന് ഞാനൊരു 4 മുട്ട ഇന്നത്തെ ഡിന്നറിന് വെക്കാമെന്ന് വെച്ചിട്ടാണ് ഇടുന്നത്. ഇനി നമുക്കിത് ഈ ലിഡ് വെച്ചിട്ട് ക്ലോസ് ചെയ്യാം. ലിഡ് വെച്ചിട്ട് നമുക്കിങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കാം. ഇനി അത് സ്റ്റാർട്ട് ചെയ്യാം. ഇനി ഞാൻ പ്ലഗ് ഓൺ ആക്കുകയാണ്. യെസ്, അപ്പോൾ ആ ബ്ലൂ ലൈറ്റ് അവിടെ അങ്ങനെ കത്തി നിൽക്കുന്നുണ്ട്. അതിൽ ആക്ച്വലി കുറച്ച് സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. സ്റ്റീം ഉണ്ടാകുന്നതിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. വളരെ ഫാസ്റ്റാണ് കേട്ടോ ഈ സാധനം, നല്ല പവർഫുള്ളാണ്. ഹോപ്പ് യു ക്യാൻ സീ ദിസ്. ആ സ്റ്റീം ഫോം ചെയ്യുന്നുണ്ട് അതിൻ്റെ അകത്ത്. ഇതിൽ നമുക്ക് വെജിറ്റബിൾസ് സ്റ്റീം ചെയ്യാനും പറ്റും കേട്ടോ. ഈ പോച്ചിങ് ട്രേ ഉണ്ടല്ലോ, ഈ ട്രേ ഈ മുട്ടയ്ക്ക് പകരം അവിടെ ആ ട്രേയുടെ മുകളിലായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മുട്ട പൊട്ടിച്ച് വെച്ചാൽ അത് പോച്ച് ചെയ്തെടുക്കാം. അതുപോലെ ഈ ട്രേക്കകത്ത് നമുക്ക് വെജിറ്റബിൾസും വെച്ച് സ്റ്റീം ചെയ്തെടുക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പോൾ ഇത്രയും മൾട്ടിപർപ്പസ് ആയതുകൊണ്ടാണ് ഞാനിത് വാങ്ങിച്ചത്. സത്യം പറഞ്ഞാൽ എൻ്റെ യൂസിന് വേണ്ടി തന്നെയാണ് ഞാനിത് വാങ്ങിച്ചത്. അതിൽ നിന്ന് സ്റ്റീം വരുന്നത് നിങ്ങൾക്ക് കാണാൻ തോന്നുന്നു അല്ലേ? മൊത്തത്തിൽ ഉള്ളിൽ വേപ്പർ കണ്ടൻസ്ഡ് ആവുന്നുണ്ട്, അതുപോലെ സ്റ്റീമും വരുന്നുണ്ട്, ആവി വരുന്നുണ്ടോ? നിങ്ങൾക്കിതിൽ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. സോ ഇറ്റ്സ് വർക്കിംഗ് ഗൈസ് ആൻഡ് ഐ ഹോപ്പ് ഇറ്റ് വിൽ ബി എ സക്സസ് സ്റ്റോറി. ഇത് ഞാൻ December 30th ഇത് ഷൂട്ട് ചെയ്യുന്നത്. ഇനി ആകെ ഒരു ദിവസമേ ഉള്ളൂ ഗൈസ് ഇയർ എൻഡ് ചെയ്യാനായിട്ട്. അപ്പം 2025 എൻ്റെ അവസാനത്തെ പർച്ചേസാണിത്. അതൊരു സക്സസ് സ്റ്റോറിയാണ് എന്നുള്ള സന്തോഷ വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ആൻഡ് ഫൈനലി തന്നെ അത് കട്ട് ഓഫ് ആയിട്ടുണ്ട്. സ്റ്റീം തീർന്നിട്ടുണ്ടാവും, അത് കുക്ക്ഡ് ആയിട്ടുണ്ടാവണം. അപ്പം ഞാൻ എന്തായാലും പ്ലഗ് ഡിസ്കണക്ട് ചെയ്യുകയാണ്. എന്നിട്ട് അത് നമുക്ക് തുറന്ന് നോക്കാം.
Let us open it. Moment of truth. Yes, it's cooked guys. ഇത് കുക്കായിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കണം, പൊട്ടിച്ച് നോക്കണം. ആക്ച്വലി ഇവിടുത്തെ കുക്കിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇതിപ്പോൾ ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്, 10-11 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് അതിൻ്റെ ലൈറ്റ് ഓഫായി, കട്ട് ഓഫായി. അപ്പോൾ ഇനി നമുക്ക് എഗ്ഗിൻ്റെ അവസ്ഥ എന്താണെന്ന് പരിശോധിക്കാം. കുറച്ച് തണുത്ത വെള്ളം എടുത്തിട്ടുണ്ട്, ജസ്റ്റ് പ്ലെയിൻ വാട്ടർ, നമ്മുടെ ടാപ്പ് വാട്ടർ എടുത്തിട്ടുണ്ട്. ഞാൻ ഈ മുട്ട ഇതിലേക്ക് ഇടുകയാണ്. അങ്ങനെ ചെയ്യാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഹോട്ട് ആയതുകൊണ്ടാണ് ഗൈസ് ഞാൻ ഈ ഹോൾഡർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കിത് 1 by 1 ഒന്ന് പൊട്ടിച്ച് നോക്കാം. ആ ഒരു ടിപ്പിക്കൽ ഹാർഡ് ബോയിലായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഞാനിത് പൊളിച്ച് കുളമാക്കി ഗൈസ്. കണ്ടോ, ഹാർഡ് ബോയിലായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഹോപ്പ് യു കുഡ് സീ ദിസ്. അങ്ങനെ അതൊരു സക്സസ്ഫുൾ സ്റ്റോറി ആയിരിക്കുകയാണ് ഗൈസ്. യെസ്, ഐ ഡിഡ് ഇറ്റ് അല്ല, മെഷീൻ ഡിഡ് ഇറ്റ് ആൻഡ് ഐ എം ഹാപ്പി. കണ്ടോ, നല്ല ഗ്ലാമർ സ്റ്റാറായിട്ട് തന്നെ വന്നിട്ടുണ്ട് മുട്ട. വാവ്, അത് നമ്മൾ പൊളിക്കേണ്ട രീതി പൊളിക്കണം ഗൈസ്. ഞാൻ ആദ്യം കുറച്ച് തിടുക്കം കാണിച്ചുകൊണ്ടാണ് അത് പലതും ഇതായിപ്പോയത്, വികൃതമായി പോയത്. പക്ഷേ ഇത് ഫൈനലി പൊളിച്ചത് ഞാൻ പൊളിക്കേണ്ട രീതിയിൽ തന്നെയാണ്. ജസ്റ്റ് 2-3 തിരിക്കലൊക്കെ തിരിച്ചിട്ട് പൊളിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കറക്റ്റ് ആ ഒരു ഹാർഡ് ഷെല്ലൊക്കെ മാറി ഇങ്ങനെ കിട്ടും നമുക്ക്. അങ്ങനെ ഫൈനലി ഹാപ്പി. അങ്ങനെ എൻ്റെ ഈ ഒരു പർച്ചേസ് വളരെ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാനിത് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യും. നല്ലൊരു പ്രോഡക്റ്റാണ് അഗാരോൻ്റെ ഗ്രാൻഡ് എഗ് ബോയിലർ ആൻഡ് പോച്ചർ. അത് പറഞ്ഞ ആ ഒരു സമയത്ത് തന്നെ എഗ്ഗ് ബോയിലായി വന്നു. അത് നല്ല ക്വാളിറ്റി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഇന്ന് December 31 ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് വർഷത്തിൻ്റെ അവസാനത്തെ ദിവസമാണ്. എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഞാനൊരു ഹാപ്പി ന്യൂ ഇയർ ഇപ്പോൾ തന്നെ പറയുകയാണ്. വരുന്ന വർഷം നിങ്ങളെ സംബന്ധിച്ച് വളരെ നല്ലൊരു ഇയർ ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സഫലമാവട്ടെ, എല്ലാവർക്കും നല്ലത് വരട്ടെ, എല്ലാവർക്കും സന്തോഷം ഉണ്ടാവട്ടെ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും പുതിയ വീഡിയോ അപ്ലോഡഡ് ആകുമ്പോൾ. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. എല്ലാവരും ഹാപ്പി ആയിരിക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റ, ബൈ ബൈ, സീ യു.